ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തൊടിയിലോട്ട് ഇറങ്ങിയതാണ്. അവിടെ ചെടികളെയൊക്കെ ഒന്ന് നോക്കി കണ്ടിച്ചിരി നേരം സ്നേഹമൊക്കെ കൊടുത്തിട്ട് പാനിറങ്ങിയതാണ്. അപ്പം കുറേ മുളക് പഴുത്ത് നിൽപ്പുണ്ട്, അതൊക്കെ പറിക്കണം. എൻ്റെ ചെടികളൊക്കെ പൂത്ത് നിൽപ്പുണ്ട്, പുതിയ ചെടികളൊക്കെ. അപ്പോൾ ആ ചെടി നിങ്ങളെയൊക്കെ കാണിക്കാൻ കണ്ടില്ലേ. ഇതൊരു പുതിയ പൂവാണ്, നമുക്കൊക്കെ അറിയാമായിരിക്കും. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയാണ്. ഹാങ്ങിങ് ചെടിയായിട്ട് വെക്കാം, നല്ലൊരു ഭംഗി. ഇതിൻ്റെ 2 കളറുണ്ട്. വേറൊരു ചെടിയാണ്. ഇതിലെന്നും പൂക്കളുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. പച്ചക്കിടയിൽ മഞ്ഞ പൂ വരുമ്പോൾ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് നമ്മുടെ കാന്താരി ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട്. പഴുത്ത് നിന്നാൽ അതെല്ലാം കിളി കൊത്തി കൊണ്ടുപോവാണ്. പിന്നെ കണ്ടപ്പം പറിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ച് പറിക്കുക. കൂട്ടത്തിൽ വേറൊരു മുളക് കണ്ടില്ലേ, ഇതാ മുട്ടൻ മുളകാണത്. അത് മുളകൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറിക്കണം, പറിച്ചെങ്കിലേ അത് പിന്നെയും ഉണ്ടാകത്തുള്ളൂ. ഇതിനകത്ത് നിൽപ്പുണ്ട് കുറേ മുളക്. വെയിറ്റ് കൂടാതിരിക്കാൻ ഞാൻ കുറച്ച് പറിച്ചെടുക്കുക. അതുപോലെ എനിക്ക് കുറച്ച് തക്കാളി പിടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. എന്താ, അത് പഴുത്തിട്ടുണ്ട്. പുതിയ തരം തക്കാളിയാണ്. ഉണ്ടല്ലേ, നമുക്ക് പറിച്ചുകൊണ്ട് പോകാം. കുറേ പൂത്തതായിരുന്നു, ഇനി ഇപ്പോൾ ഉണ്ട് കായ. ഇത് വേറെ തന്നെ പഴുക്കട്ടെ, പഴുക്കുമ്പോൾ നമുക്ക് പിച്ചാം. അപ്പം അതവിടെ നിന്ന് പഴുക്കട്ടെ. ഒരെണ്ണോണ്ടുണ്ട് പഴുത്തത്. ഇനി ഇത് പഴുക്കാനുണ്ട്. വേറെ ഉണ്ട്. അതെല്ലാം നിന്ന് പഴുക്കട്ടെ. നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന ഫലം കിട്ടുമ്പം ഭയങ്കര സന്തോഷമാണ്. യാതൊരു പരിചരണവും കൊടുക്കാതെ അവർ തരുന്നതാണ് ഈ വിളവൊക്കെ. ഞാനീ തക്കാളിയുടെ അരി എടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ വെള്ളത്തിനകത്തുനിന്ന് വന്ന് വെള്ളം ചെടിയുടെ ചട്ടിക്കകത്തൊക്കെ ഒഴിക്കുമ്പം വീണ് കിളിക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയും വിളവെടുപ്പ് ഞാൻ നടത്തിയിട്ടുണ്ട്. ഇതിൽ വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ചെടുക്കുന്നതാണ്. ഒരു തരത്തിലും കീടനാശിനിയൊന്നും തളിക്കാതെ നാച്ചുറലായിട്ട് കിട്ടുന്നതാണ് ഇതൊക്കെ. അപ്പോൾ അത് ഹെൽത്തിന് നല്ലത് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ കൃഷി. അതിൽ നിന്ന് ഞാൻ വിളവെടുത്തത്. ഇതുകൊണ്ട് ഞാൻ ഈ തക്കാളിക്ക് കൊണ്ടൊരു തീയൽ വെക്കാൻ പോവാണ്. അപ്പം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. അതുകൊണ്ട് ഇന്ന് പറമ്പിൽ നിന്ന് ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട്. കുറച്ച് കോവയ്ക്ക കിട്ടി, കുറച്ച് പഴുത്തമുളക് കിട്ടി, തക്കാളി, കരിവേപ്പില, പപ്പായ എല്ലാം മഞ്ഞയായി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൃഷിയുടെ വിളവെടുപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.
താങ്ക് യു.